കൊടുംചൂടിൽ ജനം വിയർത്തൊലിക്കുന്നതിനിടെ പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണവുമായി KSEB 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം വേണ്ടിവരും എന്നാണ് അറിയിപ്പ്. വൈദ്യുതി ബിൽ കൂടുമോ എന്ന് ഇപ്പോൾ ഉറപ്പു പറയാൻ കഴിയില്ല എന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വൈദ്യുതി മുടക്കത്തിനെതിരെ KSEB ഓഫീസുകളിൽ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. കനത്ത വേനലിൽ പലയിടത്തും അപ്രഖ്യാപിത പവർ കട്ട് വൻ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതോടെയാണ് KSEB വൈദ്യുതി നിയന്ത്രണം പ്രഖ്യാപിച്ചത്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് നിയന്ത്രണം. വൈദ്യുതി നിയന്ത്രണം SMS വഴി മുൻകൂട്ടി അറിയിക്കും. പ്രതിസന്ധി നേരിടാൻ മുന്നൊരുക്കമുണ്ടായില്ല എന്ന റെഗുലേറ്ററി കമ്മീഷന്റെ വിമർശനം പരിശോധിക്കുമെന്നും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഒരു ട്രാൻസ്ഫറിന്റെ കീഴിൽ ആ കപ്പാസിറ്റിയിൽ വെച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ട്രിപ്പായി വരികയാണ്. ലോഡ് ഷെഡിംഗ് അല്ല. ഇന്നലെ 250 മെഗാവാട്ട് കിട്ടിയതോടുകൂടി നമുക്ക് ലോഡ് ഷെഡിംഗ്. ഇക്കഴിഞ്ഞ രാത്രിയിൽ പലയിടത്തും അപ്രഖ്യാപിത പവർ കട്ടുണ്ടായി. രാത്രി ഉറങ്ങാനാകാതെ ജനങ്ങൾ വലഞ്ഞു. യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും തരാതെയാണ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി 11 മണിക്ക് കറണ്ട് പോയി. ഇന്നലെ രാത്രി 1:30ക്കാണ് കറണ്ട് വന്നിരിക്കുന്നത്. നല്ല ഉറക്കം പിടിക്കുന്ന സമയത്ത് പുറത്തു വന്നിട്ട് KSEBക്കാരെ വിളിക്കുന്ന സമയത്ത് അവർ ഫോൺ എടുക്കുന്നില്ല. ആലപ്പുഴ നഗരസഭയിലെ വൈദ്യുതി തടസ്സത്തിൽ KSEB ഓഫീസിൽ നഗരസഭാ അധ്യക്ഷയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. അപ്രഖ്യാപിത പവർകട്ടിൽ ചൂട്ടും വിശറിയും പായയുമായി കൊല്ലം ഓലയിൽ KSEB ഓഫീസിലെത്തി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. കനത്ത വേനലിൽ KSEB ഡാമുകളിൽ ജലസംഭരണ ശേഷി കുറഞ്ഞു. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.